അപ്പൊ നമുക്കിപ്പോ മറ്റേ ചെമ്പനീർ പൂവിടാം ഇവിടെ പ്രണയത്തിന് അതെ 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 സ്കോപ്പ് ഉണ്ട്. അവിടെ പാട്ടിടാം. അവിടെ പാട്ടിട്ടിട്ട് ബാക്കിയുണ്ട് ഇതിന് കഥയിൽ ചോദ്യമുണ്ട്. ചെമ്പനീർ പൂവേ നീ അന്നേതൊരു രാവിൽ നീലമഞ്ഞിൽ വിരിഞ്ഞൻ കൺമുന്നിൽ മിഴിച്ചിമ്മി അത്ഭുതം മടങ്ങാതെന്നു ഞാൻ അങ്ങനെ നിശബ്ദം നിൽക്കവേ എങ്ങു പോയി പ്രകാശം നൽകി നീ നിൽക്കയായി നിന്നെ ഓർത്തിന്നു ഞാൻ നിറങ്ങൾക്കാകുമോ വില്ലുവാൻ നിൻമണിച്ചന്തം അതേതോ മായയോ എന്നിലായി മിന്നി നിൽക്കുന്നു. ഈ പാട്ടുകൾ ഹിറ്റാവുന്നതിന്റെ പിന്നില് മ്യൂസിക് ആണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. തീർച്ചയായിട്ടും. പക്ഷേ ഇത്തരത്തിൽ അംഗീകാരം ഇല്ലാത്തൊരു സ്പേസിൽ വന്നിട്ട് ഈ പാട്ടുകളൊക്കെ ഹിറ്റാണ്. അതെങ്ങനെയായിരിക്കും ആ മാജിക് സംഭവിക്കുന്നതെന്നാണ് വിചാരിച്ചിട്ടുള്ളത്? എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന ഒരു അവസരം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ ഏതവസരം, ചെറിയൊരു അവസരമാണെങ്കിലും വലിയ അവസരമാണെങ്കിലും അത് ഏറ്റവും ഭംഗിയായിട്ട് എൻ്റെ ജോലി ചെയ്യാമെന്നാണ് അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതനുസരിച്ചാണ് അപ്പം നമ്മൾ ഏത് പാട്ട് എഴുതാനായിട്ട് വന്നാലും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ചെമ്പനി പൂവ എന്നുള്ള പാട്ട് കൃഷ്ണയിലെ പാട്ടാണ്, അല്ലു അർജുൻ്റെ. അപ്പം അതിൻ്റെ വിഷ്വൽസ് നമ്മൾ കാണുമ്പോൾ അതൊക്കെ നേരത്തെ വിഷ്വൽ കണ്ടിട്ടാണ് ഞാൻ എഴുതണം. അത് നല്ല ലിപ്പുള്ള പാട്ടത് ചെമ്പനി പൂവ. അത് കാണുന്നവർക്ക് അറിയാൻ പറ്റും. വളരെ ഒത്തിരി കുറേ പ്രാവശ്യം വെട്ടിയും തിരുത്തി ആ ഒരു എനിക്ക് ഇഷ്ടപ്പെടുന്ന, എൻ്റെ മനസ്സാദ്യം ഇഷ്ടപ്പെടണമല്ലോ പുറത്തേക്ക് വിടുന്നതിന് മുമ്പ്. അതെൻ്റെ മനസ്സിന് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞപ്പോൾ ഞാനത് പുറത്തേക്ക് വിട്ടു, അതായത് എഴുതി കണ്ടിട്ട് കൊടുത്തു ഫൈനൽ ഔട്ട്. ഞാൻ ചോദിച്ചാല് നിങ്ങൾ ഒത്തിരി പേര് എഴുതുന്നുണ്ട്. ഇപ്പൊ BK എഴുതുന്നുണ്ട്, BK എൻ്റെ അടുത്ത സുഹൃത്താണ്. അതേപോലെ രാജീവ് ആലിംഗിൽ എഴുതുന്നുണ്ട്. പലരും ഇത്തരം സോങ്സ് എഴുതാറുണ്ട്. ഇപ്പൊ മൊഴിമാറ്റ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതാറുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ കാര്യമായിട്ട് ഇതിനെ കാണുന്നുണ്ട്, സ്വീകരിക്കപ്പെടുന്നുണ്ട്. പണ്ടത്തെ പോലെ അല്ല. പക്ഷേ നമ്മള് ഇവിടെ തുടരുന്ന ഒരു മ്യൂസിക് സ്റ്റൈല്, നമ്മുടെ ഒരു എഴുത്തിന്റെ സ്റ്റൈലുണ്ട്, അതുമായിട്ട് ബന്ധമില്ലാത്തതാണ് ഈ പാട്ടുകൾ. പക്ഷെ ഇതിപ്പോ നമ്മുടെ പാട്ടുകൾ തന്നെയാണ്. ആ ഒരു രീതിയിലേക്ക്, ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സും കുട്ടികളും ഇതിന്റെ ഭയങ്കര ഫാൻസ് ആണ്. അപ്പോൾ നമ്മൾ കുറെ മാറിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതും കൂടെ ചേർന്നാണ് ഇനി നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്. പണ്ടുണ്ടായിരുന്ന ഒരു മാറ്റി നിർത്തൽ ഈ പാട്ടുകൾക്ക് ഇപ്പൊ ഇല്ല. മലയാള ഗാന സാഹിത്യത്തില് ഇതിനൊരു എൻട്രി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സിനിമകൾ, ഇപ്പൊ പ്രേമലുവിലെ എഴുത്തായാലും അല്ലെങ്കിൽ ആവേശത്തിലെ എഴുത്തായാലും ഒക്കെ നമ്മുടെ എഴുത്തുകാരും ഒക്കെ, ഇപ്പൊ വിനായകായാലും സുഹേൽ കോയാലും ഒക്കെ പുതിയ വാക്കുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത്ഭുതമാണ് അത് കേൾക്കുമ്പോൾ. എനിക്ക് ഇവരെയൊക്കെ നല്ല ഇഷ്ടമാണ്. വിനായകാണെങ്കിലും സുഹൈലാണെങ്കിലും ആവേശത്തിലൊക്കെ പാട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ലൈൻസും നന്നായിട്ട് വന്നിട്ടുണ്ട്. അതല്ല ഇപ്പൊ ഈ ഫീലിങ്സ് എന്ന് പറഞ്ഞ പോലെ ചില വാക്കുകളൊക്കെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ തെലുങ്കു ആകുമ്പോഴത്തേക്കും ഒക്കെ പുതിയ വാക്കുകളൊക്കെ വെക്കുന്നുണ്ട്. അപ്പം അത് കുറച്ചുകൂടെ നമ്മുടെ ഭാഷയെ ഉയർത്തുകയല്ലേ ശരിക്കും ചെയ്യുക? അത് കുറച്ചുകൂടെ നല്ലതല്ലേ നമ്മുടെ ഭാഷയ്ക്ക്? അതെ. അതായത് തീർച്ചയായിട്ടും ശരിയാണ്. അതായത് നമ്മൾ ഒത്തിരി വേർഡ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഭാഷയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു 10 വർഷം മുമ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള വാക്കുകൾ, അന്നില്ലാത്ത കുറേ വാക്കുകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭാഷ ഉണ്ടാകുന്ന അങ്ങനെയല്ല. ഭാഷ ഇങ്ങനെ സംസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലോ ഓരോ നാൾ തോറും. അപ്പം ഇങ്ങനെ ഓരോരുത്തർ സംസാരത്തിൽ പുതിയ വാക്കുകൾ വരുന്നു, ശൈലി. ഇപ്പോൾ നമ്മുടെ ഈ യുവാക്കൾക്കൊക്കെ ഇടയിൽ എന്തോരം വാക്കുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പോൾ ഈ പറഞ്ഞത് സത്യമായിട്ട് ഉള്ള കാര്യമാണ്. നിങ്ങളൊക്കെ ശരിക്കും കുറച്ചുകൂടെ ഭാഷയെ ശരിക്കും കൂടെ പുഷ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം നിങ്ങൾ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് ആ മീറ്ററിന്റെ ഉള്ളിൽ ഈ വരികൾ വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷോ ചിലപ്പോൾ കൂട്ടിക്കലർന്ന ഒരു വാക്കോ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. ജിബ്രിഷ് പോലെയുള്ള വാക്ക്, ഒരു സംവിധാനമൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അതൊരു കുറച്ചുകൂടെ ഭാഷയെ പുള്ളി ചെയ്യുന്നതായിട്ടാണ്, പുഷ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ വിമർശനമുണ്ട് ഒരു സൈഡില്, അതിങ്ങനെയല്ല മലയാള ഭാഷയെ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓരോ കാലഘട്ടം, ഇപ്പൊ കാലം ഒത്തിരി മാറിപ്പോയല്ലോ, പണ്ട് കാലമല്ല. ഇപ്പൊ പണ്ട് സിനിമാ പാട്ടുകൾക്ക് ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ് ഒക്കെ മാറി. ഇപ്പൊ ആ കാലഘട്ടത്തിൽ ഉള്ള സിറ്റുവേഷൻ, നമ്മൾ ലോകം മാറിയതോടുകൂടി ഒരുപാട് നമ്മളെല്ലാവരും ചേഞ്ച് ആയി. അപ്പൊ അതനുസരിച്ചുള്ള സിറ്റുവേഷൻസ് ആണ് ഇപ്പോഴത്തെ സിനിമാ പാട്ടുകളിലൊക്കെ. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ കഥകളും അതെല്ലാം ഇപ്പൊ വരുന്നത്. അതനുസരിച്ച് നമ്മൾ എഴുതേണ്ടി വരും. അതാണ്
ഇപ്പൊ കടവത്ത് തോണിക്കായി കാത്തുനിന്ന അവസ്ഥയില്ല. ഇല്ല ഇല്ല അപ്പൊ റഫീഖ് സാർ തന്നെ എഴുതിയിട്ടുണ്ട്, പുഴ മെലിഞ്ഞ് കട ഒഴിഞ്ഞു, ഇനി അതിന് സ്ഥാനമില്ല, ഇനി അതിന്റെ മീതെ സ്ഥാനം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ആ പാട്ടുകളൊക്കെ അത് വേറൊരു സങ്കല്പമാണ്. അതെ അതെ, മഹാരഥന്മാരായ എഴുത്തുകാരൊക്കെ എഴുതി, വയലാറും ഭാസ്കരൻ മാഷും ഇപ്പൊ ഇവരെല്ലാം പുത്തഞ്ചേരിയും എല്ലാം എഴുതി 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 ഇപ്പൊ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോ ഇതിനും സ്ഥാനമുണ്ടെന്ന് ഞാൻ പറയാം. അത് മാത്രമല്ല, അതെ അതെ, രണ്ടു തരത്തിലും ഇതിനെ നോക്കി കാണേണ്ടതുണ്ട്. ആ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ആ പാട്ട് ഇഷ്ടപ്പെടാം. പക്ഷെ എലിവേറ്റഡ് ഹൈവേസിലൂടെ പോകുന്ന കഥാനായകന്റെ കഥ ചോയ്സസ് ഉണ്ട്. ചോയ്സ് നേരത്തെക്കാളും ഒത്തിരി ചോയ്സുകളായി. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പാട്ടുകൾ സ്വീകരിക്കാം. മറ്റേ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പുതിയ തലമുറ ഈ പാട്ടുകളൊക്കെ അധികം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പഴയ ഭാസ്കരൻ മാഷിൻ്റെ ഒക്കെ പാട്ടുകൾ ഇപ്പൊ പിള്ളേര് ചിലപ്പോൾ എല്ലാം കേട്ടെന്ന് വരത്തില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും മരിക്കാത്ത പാട്ടുകൾ അതല്ല, അങ്ങനെയുള്ള പാട്ടുകൾ. അത് വിസിറ്റ് ചെയ്യണം, ആൾക്കാരൊക്കെ മനസ്സിലാക്കണം നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. അത് ആസ്വദിക്കാൻ കഴിയുന്നവർ ആസ്വദിക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഇപ്പുറത്ത് ആസ്വദിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞപ്പോഴേ, നിങ്ങൾ രണ്ടുപേരും പാട്ടുകാരായിട്ട് പാട്ട് തന്നിട്ടില്ലേ? ഒന്ന് രണ്ടെണ്ണമൊക്കെ തന്നിട്ടുണ്ട്. ഏത് പാട്ടാ ഇപ്പോ ഒരെണ്ണം പാടാൻ പറ്റുന്നത്? സ്വന്തം പാട്ട്? സ്വന്തം പാട്ട് സുജേട്ടന്റെ ഫിദ എന്ന് പറഞ്ഞിട്ട് സായി പല്ലവിയുടെ മൂവിയിലെ ഒരു പാട്ട് പാടിയായിരുന്നു. ഓ, സ്വന്തം പാട്ടാണ് ആദ്യം പാടിപ്പിക്കേണ്ടിയിരുന്നത്. വന്നില്ലേ മെല്ലെ മെല്ലെ വന്നില്ലേ, തേൻമൊഴി മാരനണഞ്ഞില്ലേ, കൺമുന കൊണ്ടു കറക്കിയിലേ, സ്നേഹം കൊണ്ടു മയക്കിയിലേ, കണ്ണിൽ ചന്ദ്രനിലാവല്ലേ, ഞാനും കണ്ടു കൊതിച്ചില്ലേ, ആരും നോക്കിയിരുന്നിടും ആളൊരു സുന്ദരനാണല്ലേ. എഴുത്തിലേക്ക് വരിക എന്ന് പറയുന്ന പാട്ടെഴുത്തിലേക്ക് വരിക, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ പറയാറുള്ളത് പോലെ ഒരു അപ്ലൈഡ് ആർട്ടാണ്. നമ്മളൊരു ഒരു സ്പേസ് തന്നിട്ട് അതിനകത്താണ് നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു എഴുത്ത് ശീലിച്ച ഏത് ടൈമിലാണ്? ഭക്തിഗാനങ്ങൾക്കും മുൻപ് എഴുത്ത് ശീലിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് വായന ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതൊക്കെ എഴുതാനൊക്കെ തുടങ്ങി. ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ കൊച്ചു കൊച്ചു കവിതകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതി. പിന്നെ പാട്ടിനോട് ഇതിൻ്റെ ഒപ്പം വലിയൊരു ക്രൈസ് കൂടി പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമാ പാട്ട് ഒരു മൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിച്ചത് വയലാറിലാണ്. തുറവൂരിനടുത്തുള്ള ഗ്രാമം. അപ്പൊ അറിയാലോ, വയലാർ എന്ന് പറയുമ്പോൾ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. പാട്ടിന്റെ എഴുത്തിന്റെ കുലപതി ജനിച്ച സ്ഥലം. അതിന്റെ ഒരു അടുത്തായിട്ടാണ് ഞാനും ജനിച്ചത്. അപ്പൊ ഈ കുഞ്ഞ് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 1ാം ക്ലാസ്സിലൊക്കെ ഞാൻ വയലാർ രാമവർമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ നിന്ന് ചരമവാർഷികത്തിന് ഞങ്ങളിങ്ങനെ റോഡിൽ കൂടെ ഒരു 1/2 കിലോമീറ്റർ ദൂരമുണ്ട്, ഇങ്ങനെ വയലാറിന്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന ചെയ്യാനായിട്ട് കൊണ്ടുപോകും. അപ്പം എനിക്ക് ആദ്യം മനസ്സിലായില്ലേ, 1ാം ക്ലാസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, കയ്യിൽ അവിടെ എത്താറപ്പോൾ കുറെ പുഷ്പം തന്ന്, അപ്പോൾ എല്ലാവരും വലം വെച്ചിട്ട് പുഷ്പം ഇടാൻ പറഞ്ഞു. ഇങ്ങനെ അത് അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനത്തിൻ്റെ അന്ന്. അപ്പം അങ്ങനെ വയലാർ അന്ന് കയറിക്കൂടി അത് മനസ്സിലാക്കി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എന്റർടൈനിങ് എന്ന് പറഞ്ഞ റേഡിയോ മാത്രമേ ഉള്ളൂ, TV ഒന്നും ഇറങ്ങാത്ത കാലഘട്ടം. ഒരു 80-ന് ശേഷമുള്ള കാലഘട്ടമാണ് എനിക്കാണ്. അപ്പം അങ്ങനെ റേഡിയോയിൽ വരുന്ന 1000 പാവസരങ്ങൾ ഇറങ്ങി, സന്യാസിനി, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം. ഇതെങ്ങനെ എപ്പോഴെപ്പോഴും റേഡിയോയിൽ പാട്ട് വരാറുണ്ട്, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആളെന്ന് വെച്ചാൽ അക്കാലത്തിൽ വയലാറാണ്. അങ്ങനെ വയലാറിനോടുള്ള കടുത്ത ഇഷ്ടത്തിൽ നിന്നും പതുക്കെ ഈ പാട്ടെഴുത്തിലേക്ക് അങ്ങനെ വന്നു. വയലാറൊരു കടലാണെങ്കിൽ നമ്മൾ വെറും ഒരു ജലത്തുള്ളി, അത്രേ ഉള്ളൂ. അതായിരിക്കും ഒരു ഫസ്റ്റ് ഇൻസ്പിറേഷൻ ശരിക്കും വയലാർ രാമവർമ്മ തന്നെയാണ്. പിന്നീട് ചെറിയ കവിത എഴുതിയിട്ട് പതിയെ അങ്ങനെ കോളേജ് മാഗസിൻ, അങ്ങനെ ചെറിയ പിന്നെ സ്വന്തമായിട്ടൊരു മാഗസിൻ തന്നെ തുടങ്ങി ഞങ്ങൾ കുറച്ച് പേര് ചേർന്നിട്ട്. കൈയെഴുത്ത് മാഗസിൻ പോലെ അല്ല, അത്യാവശ്യം ഒരു രജിസ്ട്രേഷനൊക്കെ നടത്തിയിട്ട് ശ്രീകോവിൽ എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ സ്റ്റാർട്ട് ചെയ്തു. അത് 1.5 വർഷം അങ്ങനെ പോയി. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മുടെ സ്വന്തം സൃഷ്ടികളും അല്ലാതെയുള്ള ഒത്തിരി പേരുടെ ലേഖനങ്ങൾ, കവിതകൾ, ഇതെല്ലാം പ്രസിദ്ധീകരിച്ചു വന്നൊരു മാഗസിനായിരുന്നു. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു തുടക്കമായിരുന്നു. ഭക്തിഗാനത്തിലേക്ക്. അതെ, ഭക്തിഗാനം. അത് തുടങ്ങാനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് പ്രിയാനുരാഗം എന്ന് പറഞ്ഞിട്ട് ആൽബത്തിലെ പാട്ട് എഴുതുന്നത്. അപ്പം അത് എറണാകുളത്ത് ആ സമയത്ത് കീബോർഡ് പഠിക്കുന്ന സമയത്ത് ലത്തീഫ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ കീബോർഡ് പഠിക്കാൻ വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കര കമ്പനിയായി. അപ്പോൾ നമുക്കൊരു പാട്ട് ഇങ്ങനെ വെറുതെ ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ച്, അപ്പോൾ കൊച്ചി FM വേണ്ടിയിട്ടാണ്
ചെയ്യാം. അങ്ങനെ നമ്മൾ പാട്ട് ചെയ്ത് അവർക്ക് കൊടുത്താൽ അതിൻ്റെ അകത്ത് വരുമല്ലോ. ഇടയ്ക്ക് ലളിതഗാനങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരൊക്കെ ഇങ്ങനെ പറയുമല്ലോ, അതൊക്കെ കേൾക്കാനൊരു സുഖം. അങ്ങനെ ഒരു പാട്ടുകൾ തുടങ്ങി അതൊരു 9 പാട്ടിൻ്റെ ഒരു ആൽബമായിട്ട് മാറി. കൊച്ചി FM-ന് ഞങ്ങൾ പിന്നെ ആൽബമായിട്ട് ഇറക്കിയിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ആണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അന്ന് മധു ബാലകൃഷ്ണൻ, നമ്മുടെ രാധികാത്തിലൊക്കെ ബിജു നാരായണൻ, ജി വേണുഗോപാൽ ഇവരൊക്കെയാണ് അത് പാടിയത് 9 പാട്ടുകൾ. അത് നല്ലൊരു ആൽബമായിട്ട് വന്നു. 2000-ലാണ് എനിക്ക് 2000 ആണ്ടിൽ, കറക്റ്റ് ഇപ്പോൾ 24 വർഷമായി. അപ്പോൾ കാസറ്റിൻ്റെ കാലഘട്ടമായിരുന്നു. കാസറ്റുകൾ മാത്രമേ ഉള്ളൂ, ഓഡിയോ മറ്റേ CD ഒന്നും ഇറങ്ങിയിട്ടില്ല. അതിനുശേഷം പിന്നെ രണ്ടാമത് ചെയ്യുന്നത് ഗണപതി ഭക്തിഗാനം, രണ്ടാമത്തെ CD അതായിരുന്നു. CD അല്ല, കാസറ്റ്. അതിനുശേഷം തുറവൂര് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്ത് അങ്ങനെ പതുക്കെ ഈ ഭക്തിഗാനങ്ങളിലേക്ക് ഓരോ കാസറ്റ് കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വിളിക്കാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ശേഷമാണ് ഈ നേരത്തെ പറഞ്ഞ മിഴിയഴകും റെയിൻഡാത എന്നുള്ള പാട്ടൊക്കെ എഴുതിയത്. എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഭക്തിഗാനങ്ങൾ വരാൻ തുടങ്ങി, കുറെ എഴുതാനായിട്ട് അവസരങ്ങൾ. അങ്ങനെ കൂടി വന്നു. 2008 ആയപ്പോൾ ഈ പറഞ്ഞ പോലെ ഹാപ്പിയിലെ പാട്ട് എഴുതി ആദ്യമായിട്ട്. സിനിമയിലേക്കുള്ള ഒരു എൻട്രി വന്നു. അങ്ങനെയാണ് ഇന്നത്തെ പുഷ്പ 2-ൽ എത്തി നിൽക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു സ്ലോവില് വളരെ വളരെ പതുക്കെയുള്ളൊരു യാത്രയായിരുന്നു എൻ്റെ. വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇതല്ല, ഇതിനിടയ്ക്ക് പല ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് കമ്പനീസിലൊക്കെ ഇങ്ങനെ മാർക്കറ്റിംഗ് സെക്ഷനിലൊക്കെ വർക്ക് ചെയ്ത്. പിന്നെ കുറേ കാലഘട്ടത്തിന് ശേഷം ജോലി പതുക്കെ ഇതിൽ ഇങ്ങനെ കുറച്ച് തിരക്ക് വരാൻ തുടങ്ങി. നമുക്ക് അത്യാവശ്യം വർക്കുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പതുക്കെ ജോലി വേണ്ടെന്ന് ചോദിച്ചു.